സിനിമയെ സ്നേഹിക്കുന്ന, സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. 16-ാം തീയതി വെള്ളിയാഴ്ച 2 സിനിമയാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ലവ്ലിയും രണ്ടാമത് സംശയവും. അപ്പോൾ ലവ്ലിയുടെ എൻ്റെ അഭിപ്രായം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ കാണാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഇടാൻ പോകുന്നത് സംശയം എന്ന് പറയുന്ന സിനിമയിലെ എന്നിലെ പ്രേക്ഷകന് എന്ത് അനുഭൂതി അല്ലെങ്കിൽ എന്താണ് നൽകിയത് എന്നതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായമാണ്. ഇത് ചിലപ്പോൾ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നവരുണ്ടാകാം, വിയോജിപ്പുള്ളവരും ഉണ്ടാവാം. എൻ്റെ അഭിപ്രായമാണ്. ഞാൻ പറയുന്നത് തന്നെ എല്ലാതും ശരിയായിക്കൊള്ളണമെന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് നേരെ അതിലേക്ക് പോവാം. അപ്പോൾ നവാഗതനായ രാജേഷ് രവി സംവിധാനം ചെയ്ത സംശയം എന്ന ചിത്രം, സംവിധായകൻ്റെ തന്നെയാണ് ഇതിൻ്റെ തിരക്കഥയും. ഇതിൽ 2 ഫാമിലിയുടെ കഥയാണ് വരുന്നത്. ഒന്നിൽ ലിജോ മോളും വിനയ് ഫോർട്ടും ഒരു ഫാമിലി. മറ്റേ ഫാമിലി എന്ന് വെച്ചാൽ ഷറഫുദ്ദീനും പ്രിയം വധാകൃഷ്ണനും. അവർ അഭിനയിക്കുന്ന ഷറഫുദ്ദീനും പ്രിയം വധാകൃഷ്ണൻ്റെ അവരുടെ പേര് ഹാരിസ് ഫൈസ. ലിജോ മോളും വിനയ് ഫോർട്ടും അവരുടെ ഫാമിലി, അവരുടെ പേര് മനോജനും ഭാര്യ വിമലയുമാണ്. അപ്പോൾ ഉള്ളിൽ തോന്നിയ, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തോന്നിയ ഒരു സംശയം ഉണ്ടാവില്ല, പലർക്കും പല സംശയങ്ങളായത്. അതിന് ഉത്തരം തേടി ഒരു സാധാരണക്കാരൻ ഇറങ്ങിത്തെറിച്ചാൽ അവിടെ എന്താണ് സംഭവിക്കുക? അപ്പോൾ നമുക്ക് നോക്കാം. അതായത് കോഴിക്കോട് ആ ഭാഗത്തിലെ ഈ സിനിമയുടെ ഒരു കഥയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ കോഫി ഹൗസിലെ ജീവനക്കാരനാണ് മനോജൻ. അത് ഒരു ഭാഗത്ത് നമ്മൾ നേരത്തെ പറയാം. മറ്റൊരു ഭാഗത്ത് ഫാരിസ് ഫൈസ ദമ്പതികൾ. ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പൊതു ഘടകമുണ്ട്. അതാണ് സംശയം എന്ന ചിത്രത്തിൻ്റെ ഒരു ഹൈലൈറ്റായിട്ട് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന കാര്യം. വിവാഹശേഷം 4 വർഷത്തോളം അതിൽ കൂടുതൽ കാത്തിരുന്നതിന് ശേഷമാണ് മനോജനും വിമലയ്ക്കും ഒരു കുഞ്ഞ് ജനിക്കുന്നത്. അപ്പോൾ കുഞ്ഞ് ജനിച്ചു അവർക്ക്. അപ്പോൾ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കുഞ്ഞ് ജനിക്കാത്തതിന് എന്തായിരിക്കും ഓരോ സമൂഹത്തിൽ, ഇന്നത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ സമൂഹത്തിലും ആ ദമ്പതികൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ കുത്തുവാക്കുകൾ അത് സ്വന്തം കുടുംബത്തിൽ നിന്നുണ്ടാവും, അതുകൂടാതെ സമൂഹത്തിൽ നിന്നും ഉണ്ടാവും. ഭയങ്കരമായിട്ട് കുത്തുവാക്കും പഴികളുമായിരിക്കും ഈ ദമ്പതികൾ കേൾക്കുക. അപ്പോൾ അങ്ങനെ മുന്നോട്ട് നീങ്ങട്ടെ ഇതിലത്തെയും ഈ ദമ്പതികൾ, നമ്മൾ സമൂഹത്തിൽ കാണുന്ന പോലെ തന്നെ ഇതിലത്തെയും ദമ്പതികൾ മുന്നോട്ട്. എന്നാൽ കുഞ്ഞു ജനിച്ചു, അതിനുശേഷം സ്ഥിതിഗതികളെല്ലാം പതിയെ മാറി തുടങ്ങും. എന്നാൽ പെട്ടെന്നൊരു ദിവസം ഈ വിമല എന്ന് പറയുന്ന ഭാര്യ മനോജനോട് ചോദിക്കുന്ന ഒരു സംശയത്തിലൂടെയാണ് ഈ ചിത്രം പതുക്കെ ട്രാക്ക് മാറിപ്പോകുന്നത്. അപ്പോൾ വിമല ഉന്നയിക്കുന്ന സംശയത്തിൻ്റെ നിവാരണത്തിനായി, ആ സംശയ ദൂരീകരണത്തിനായി മനോജൻ എന്ന് പറയുന്ന കഥാപാത്രം നടത്തുന്ന ഒരു അന്വേഷണമാണ് ഈ ചിത്രത്തിൻ്റെ നല്ലൊരു ഭാഗവും. ഈ അന്വേഷണത്തിനൊടുവിൽ മനോജൻ കണ്ടെത്തുന്ന ചില വസ്തുതകളുടെ അതാണ് ഈ സിനിമയെ ഒരു സംഘർഷഭരിതമാക്കുന്നത്. അപ്പോൾ മനോജൻ്റെ അന്വേഷണത്തിൽ അദ്ദേഹം കണ്ടുമുട്ടുന്ന ആ അന്വേഷണ വഴിയിൽ അയാൾ കണ്ടുമുട്ടുന്ന ദമ്പതിമാരാണ് ഹാരിസും ഫൈസയും. ഇവർ മനോജൻ്റെ ജീവിതത്തെയും മനോജൻ അവരുടെ ജീവിതത്തെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്നത് ഈ ചിത്രം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. മറ്റൊരു കാര്യം, സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ. കല്യാണം കഴിഞ്ഞ അധികം താമസിയാതെ തന്നെ നവദമ്പതികൾ കേൾക്കുന്ന ഒരു ചോദ്യമാണ്: കുട്ടികളായില്ലേ, വിശേഷമായില്ലേ, എന്താ പ്രോബ്ലം, ശ്രമിക്കുന്നില്ലേ, നിങ്ങൾക്ക് ഇപ്പം മതിയോ, ഇപ്പം വേണ്ടേ, നിങ്ങൾ നോക്കുന്നില്ലേ, ഡോക്ടറെ കണ്ടില്ലേ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ. ചിലരുടെ കുത്തുവാക്കും ഉണ്ടാവും. അപ്പോൾ സംശയം എന്ന് പറയുന്ന സിനിമയിൽ വിമലയ്ക്കാണ് ഈ ചോദ്യം ഏറെയും നേരിടേണ്ടി വരുന്നത്. അതും ആരുടെ കുടുംബത്തിൽ നിന്ന്, അതും ഭർത്താവിൻ്റെ അച്ഛനിൽ നിന്നാണ്. അപ്പോൾ ഇങ്ങനെ ഭർത്താവിൻ്റെ അച്ഛൻ ചോദ്യങ്ങളിങ്ങനെ അവിശേഷമായില്ലേ എന്ന് ചോദിക്കുമ്പോൾ അച്ഛനെ തടയാനാവാത്ത ഒരു നിസ്സഹായനാണ് ഇതിലത്തെ മകൻ, മനോജൻ എന്ന മകൻ. അപ്പോൾ മനോജൻ പറയുന്നുണ്ട്, ഇതിൽ ആ പ്രായമുള്ള ആളല്ലേ അങ്ങനെയൊക്കെ ചോദിക്കും എന്നാണ് ഇതിന് പ്രതികരണമായിട്ട് മനോജൻ വിമലയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നത്. അപ്പോൾ സ്വന്തം വീട്ടിൽ തന്നെ സംശയമുലകൾ ഇങ്ങനെ നേരിടുന്നുണ്ട് ഇരുവരും. പുറത്തിറങ്ങിയാൽ വേറെ ആൾക്ക്. അപ്പോൾ ചിലർക്ക് ഇടങ്ങിയാലോ ഡിപ്രഷനാകും. അപ്പോൾ അതിനു വേണ്ടി ചികിത്സ പോണ്ടി വരും. അപ്പോൾ ഇനി കുട്ടി ജനിച്ചാൽ തന്നെ എന്തായിരിക്കും, അതിൻ്റെ നിറത്തെക്കുറിച്ചോ അതിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ സമൂഹം അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും.
അപ്പോൾ ഈ മനോജൻ്റെയും വിമലയുടെയും ഒരു ജീവിത സാഹചര്യം ഉണ്ട് ഇതിൽ നമ്മൾ പറഞ്ഞു. അതിൽ നിന്ന് നേർ വിപരീതമാണ് ഹാരിസിൻ്റെയും ഫൈസയുടെയും ജീവിതം പോകുന്നത്. അപ്പോൾ സമൂഹത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സാധാരണമാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ എന്നാൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് സംവിധായകൻ ഇതുകൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്.